ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നേ. അപ്പം മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ മുകേഷ് ചേട്ടനോട് പറഞ്ഞു നമുക്ക് വള്ളം ഉണ്ടാക്കിയാലോ എന്ന്. വള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും മുകേഷ് ചേട്ടൻ പേപ്പർ എടുത്തുകൊണ്ട് വന്ന് വള്ളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇമയക്കുട്ടിയും മുകേഷ് ചേട്ടനും കൂടാണ് വള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് ഓരോന്നൊക്കെ എന്തൊക്കെ ചെയ്യുകയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അവളിതൊക്കെ ആദ്യമായിട്ട് കാണുക. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് വള്ളങ്ങൾ ഉണ്ടാക്കി അത് വെള്ളത്തിലൊക്കെ ഒഴുക്കി വിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ വള്ളമൊക്കെ ഉണ്ടാക്കി കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരോ വള്ളങ്ങളായിട്ട് അച്ഛനും മോളും ഇരുന്ന് ഉണ്ടാക്കുവാണേ. അപ്പോൾ കുഞ്ഞിങ്ങനെ ഓരോന്നൊക്കെ നോക്കുക, എന്തോ ഉണ്ടാക്കുന്നത്, ഇതെന്തുവാണ്, കുഞ്ഞിനതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ മുകേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വള്ളം ഉണ്ടാക്കുവാണ്, ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പം എന്തുവാണേലും ഇമയമോള് ഭയങ്കര സന്തോഷത്തിലാണേ. വള്ളമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, അച്ഛാ ഇതെന്തുവാ ചെയ്യുന്നതെന്ന് ഇങ്ങനെ മോള് നോക്കിക്കൊണ്ടേയിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വള്ളങ്ങളുണ്ടാക്കി ഓരോരോ വള്ളങ്ങളായിട്ട് കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇമയമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇമയമോളിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഇത്രയും വള്ളങ്ങളുണ്ടാക്കി. ഈ വള്ളങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ നിരത്തി വെച്ചേക്കുവാണേ. ഇനിയിപ്പോൾ ഓരോരോ വള്ളങ്ങളായിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് ഒഴുക്കി വിടണേ. അങ്ങനെ രണ്ടുപേരും കൂടെ വള്ളവുമായിട്ട് വെള്ളത്തിൽ ഒഴുക്കാനായിട്ട് പോയേക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി ഓരോ വള്ളമായിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടുകയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊന്നും വെള്ളമില്ലാത്തൊരു നമ്മൾ റോഡിലോട്ടാണ് വെള്ളം ഒഴുക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇമയമോൾക്ക് ഈ വെള്ളം ഒഴുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞ് ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ വെള്ളത്തിലിങ്ങനെ വെള്ളം ഒഴുക്കി കളിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഇമയമോള് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് തോന്നുന്നു ഇമയമോളേക്കാൾ കൂടുതൽ സന്തോഷം മുകേഷ് ചേട്ടനാണ്. കൊച്ചു കുട്ടികളെ പോലെ ഓരോ വെള്ളവും ഒഴുക്കി വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഞങ്ങളുടെ ഒരു ഫ്രണ്ടും മോനും ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നേ. ഇമയമോള് കുറേ നേരമായിട്ട് നോക്കി നിൽക്കുമായിരുന്നു വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇമയക്കുട്ടിയും വെള്ളത്തിലിറങ്ങി അവളുടെ വെള്ളം കൈകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി വിടുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ മുകേഷ് ചേട്ടൻ ഇമയക്കുട്ടിയെ അങ്ങ് പൊക്കിയെടുത്തു. ഇമയക്കുട്ടിക്ക് വെള്ളത്തിലൊക്കെ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഓരോരോ വള്ളങ്ങളായിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടുന്നുണ്ട്. മോളിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞിനിത് ആദ്യമായിട്ടുള്ള കാഴ്ചയാണല്ലോ. അങ്ങനെ ഇമയക്കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ പിടിച്ചാലൊന്നും ആൾ നിൽക്കത്തില്ല, വെള്ളത്തിലങ്ങ് കളിക്കണം. അത് എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണല്ലോ, വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരിപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഇമയമോൾക്കും വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ നിന്നപ്പോഴാണ് ഇമയമോടെ പൊന്നൂസ് ചേച്ചി വന്നത്. അങ്ങനെ പൊന്നൂസ് ചേച്ചിയും ഓരോരോ വള്ളങ്ങളായിട്ട് വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടു. അങ്ങനെ ഞങ്ങളുടെ വള്ളങ്ങളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ കളിച്ച് നടന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കാറുണ്ട്. നമ്മുടെ ബാല്യകാലത്തിലെ ഓർമ്മകളൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നറിയാം. അതൊക്കെ നമ്മുടെ കുട്ടികളിലൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും നിങ്ങളും ആസ്വദിക്കുക.